ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഹസ്ബൻഡ് വീട്ടിലാണ്. അപ്പം ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ഞാൻ മാക്സിമം രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടു നോക്കിട്ടോ. അപ്പം ഞാൻ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിട്ട്. കാരണം എന്താ വെച്ചാൽ ഐബൂസ് രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പാല് കുടിക്കണോണ്ട് രാവിലെ എനിക്ക് കണ്ണു കൊണ്ടുപോലും മടിയായിട്ടാണ് എണീക്കുക. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ രാവിലത്തെ കലാപരിപാടികൾ തുടങ്ങിട്ടോ. ഇപ്പം രാവിലെ എണീറ്റ് ഇപ്പം ഞാൻ കുറേ ഒരു മാസമായിട്ട് സ്കിൻ കെയർ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല റിഫ്രഷിങ് ഫീൽ ആയിട്ട് സ്കിൻ കെയർ തുടങ്ങിയതിന് ശേഷം നമുക്ക് രാവിലെ നമ്മൾ പല്ലേച്ച് മുഖം കഴുകി പോണായിട്ടും ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫേസ് വാഷും മോയ്സ്ചറൈസറും സിറൊക്കെ ചെയ്ത് പോകുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഉന്മേഷമായിട്ട് നമുക്ക് രാവിലെ തന്നെ ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. എന്നിട്ട് പിന്നെ രാവിലെ ഞാൻ ഇപ്പം എണീറ്റപ്പന്നെ വെള്ളം കുടിക്കൂട്ടാ. പിന്നെ രാത്രി പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എണീക്കണോണ്ട് പാലെടുക്കണോണ്ട് രാവിലെ ആകുമ്പോൾ തല ഭയങ്കര കറങ്ങണ പോലെ തോന്നും. വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവ അതിൻ്റെ ഇടയിൽ പിന്നെ അവനെ വീണ്ടും ഇറക്കിയിട്ട് സൈഡിൽ തലാണൊക്കെ വെച്ചിട്ട് ഞാൻ അടിയിൽ പോവാട്ടെ. സൈഡിൽ തലാണ വെക്കണത് എന്താ വിചാരിച്ചാൽ അവ ഇപ്പം അടിയൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും പെട്ടെന്ന് എൻ്റെ കമ്മിന്ന് കഴിഞ്ഞാൽ വീഴണ്ട വിചാരിച്ചിട്ടാണ് തലാണ വെക്കണിട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ അടിയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉമ്മ കറി ഉണ്ടാക്കുകയും ചിലപ്പോൾ ഉമ്മ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഉമ്മ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കാൻ സഹായിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നേരെ ഉപ്പേരിക്ക് എന്താ വേണ്ടത് വെച്ച് ഉമ്മാട് ചോദിച്ചിട്ട് അത് ഉണ്ടാക്കുകയും ചെയ്യാട്ടോ. പിന്നെ ക്യാബേജ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഒക്കെ അയച്ച് അപ്പോൾ അവന് ക്യാബേജിന് അരിഞ്ഞോണ്ടിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വെല്ലുമ്മച്ചിണ്ട്, ഉമ്മാടെ ഉമ്മ. മൂപ്പുകാർക്കൊക്കെ വേഗമാണ്. അല്ലെങ്കിൽ ഞങ്ങളെ പണിയൊക്കെ ഞങ്ങൾ രാവിലത്തെ കറി തിന്നനാട്ടി മുമ്പ് നമുക്ക് ഉപ്പേരും കറിയൊക്കെ ആയിണ്ടാവൂട്ടാ. പിന്നെ മീൻ പൊരിക്കല സംഭവങ്ങൾ മാത്രമേ 12:30 നമുക്ക് ആക്കുക. അപ്പോൾ വെല്ലുമ്മച്ചി ഇടയ്ക്ക് വന്നിട്ട് ഞാൻ എന്താണ് ഉള്ളിയത് വേഗമല്ലേ വേഗം ആക്കുകയൊക്കെ വന്നിട്ട് മൂപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുക. വയസ്സായവരൊക്കെ അങ്ങനെയല്ല, എല്ലാവർക്കും വേഗമൊക്കെ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉമ്മാടും വെല്ലുമ്മച്ചിയോടൊക്കെ സംസാരിക്കണേട്ടാ. അപ്പം അവരെൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. കാരണം വെല്ലുമ്മച്ചിക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം. അപ്പം ഉമ്മാനെ വിളിച്ചു പോയി. ഇപ്പം ഇത്ര നേരത്തെ ഭക്ഷണം കഴിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഉമ്മ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് പഞ്ചസാര ഇട്ട്, മധുരമുള്ളല്ലോ വിചാരിച്ച് പഞ്ചസാര ഇട്ട്. പക്ഷെ വിറ്റുണ്ടായി വിചാരിച്ചു. ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയിബ് വെച്ചിട്ട് മേലക്കോയപ്പോൾ ഉമ്മ വീണ്ടും പഞ്ചസാര ഇട്ട്. ചായ എടുക്കുന്ന സമയത്തുണ്ട് പഞ്ചസാര കളി അയക്കണ്. അങ്ങനെ കുറേ പഞ്ചസാര ആയിട്ട്. എന്നിട്ട് ഞാൻ ഉപ്പേരി അവിടെ ഒക്കെ ഇളക്കി സെറ്റാക്കിയിട്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നിട്ടാ. അതിൻ്റെ ഇടയിൽ മൂപ്പൊരാൾ എണിച്ച്. ഇടയ്ക്ക് അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എണീക്കും. അപ്പം ഞാൻ മേലെ പോവും, വീണ്ടും വന്നിട്ട് ഉറക്കി വന്നിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എണീച്ചപ്പോൾ ഞാൻ മേലേക്ക് പോയി. എന്നിട്ട് അവനെ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി അടിയിൽ വന്നപ്പോൾ ഉപ്പേരിയൊക്കെ ഇളക്കി സെറ്റാക്കിയത് കയ്യാറായിട്ടുണ്ട്. അപ്പം ഇനി തേങ്ങ മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാൻ തേങ്ങ പരിപാടികളൊക്കെ ഇട്ട് അങ്ങനെ ഉപ്പേരിയൊക്കെ ഓഫാക്കിയ ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. കാരണം അവർ നേരത്തെ കഴിച്ചു. അപ്പം ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ, റീമ ക്ലാസ്സിൽ പോയിക്ക്. പിന്നെ ഇവിടെ ആരുമില്ലല്ലോ, ഇത്തയും ഗൾഫിൽ പോയി, ഇക്കാടെ വൈഫ് ഗൾഫിൽ പോയിക്ക്. അപ്പം പിന്നെ ഞാനും റീമയും ഉമ്മയും ആർച്ചയും പിന്നെ ഇപ്പോൾ വെല്ലുമ്മച്ചി ഉണ്ടല്ലോ, ഞങ്ങൾ നാലാൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇവിടെ. പിന്നെ വേറൊരു അനിയത്തിയുള്ളത് അവള് മറ്റേ മെഡിക്കലിന് പഠിച്ചുകൊണ്ടിരിക്കുക, ഹോസ്റ്റലിലാണ്. അപ്പം ഇവിടെ നിന്ന് പുട്ടാട്ടേക്ക് സാധാരണ പുട്ട് ഇഷ്ടമാവാറില്ല, പുട്ട് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇവിടുത്തെ പുട്ട് കുഴപ്പമില്ല. കാരണം അജ്മിയുടെ പുട്ട് പൗഡർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തിന്നാൻ വലിയ കുഴപ്പമില്ല പുട്ട്. അപ്പം എനിക്ക് രാവിലെ ചായ മസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് ചായ വേണം, ഇല്ലെങ്കിൽ കിടങ്ങാറ്. അങ്ങനെ ചൂട് ചായ കുടിച്ചിട്ട് ഞാൻ പുട്ടൊക്കെ തിന്നിട്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഐബൂനുള്ള രാഗി അവിടെ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരിക. അപ്പോൾ രാഗി പൊടിച്ചതൊക്കെ കൊടുത്തിട്ട് അതൊക്കെ കുപ്പിയിലാക്കിയൊക്കെ പണികൾക്കൊണ്ടൊക്കെ കൊടുന്ന് അത് കുപ്പിയിലാക്കിയൊക്കെ പരിപാടിയാണ് അടുത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേട്ടാ. പിന്നെ ഐബ് വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ വിചാരിച്ചാൽ കുറച്ചേരം ടാബ് നോക്കിയിരിക്കൂട്ടാ. ഇവിടെ ആകുമ്പോൾ അങ്ങനെ TV കാണാറില്ല. ഇവിടെ ആകുമ്പോൾ ടാബിൽ വീഡിയോസ് നോക്കുക, യൂട്യൂബ് കാണുക, അങ്ങനെയൊക്കെ. ഐബ് വിളിച്ച് പിന്നെ അവൻ്റെ കലാപരിപാടികൾ തുടങ്ങൂല. അപ്പോൾ പിന്നെ ഇതിനൊന്നും നേരം കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് തുണി തിരുമ്പണ ദിവസമായിരുന്നു. ഞാൻ തുണികൾ നനച്ചു ഐബൂൺ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടില്ല, നനച്ചൊക്കെ ചെയ്യാറ്. വീണ്ടും ഉറങ്ങണോ ഐബൂസേ? അതിൻ്റെ ഒരു ഐബ് വിളിച്ച് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കുറച്ച് നേരം അവൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യണത് അടുത്ത പരിപാടി അടിച്ചോരലാട്ടാ. അപ്പം ഒന്നെങ്കിൽ ഞാൻ അടിച്ചോരിട്ട് ഐബിന് ഭക്ഷണം കൊടുക്കും. മിക്കതും ഭക്ഷണം അങ്ങനെ തന്നെ ചെയ്യാറ്, അടിച്ചോരി ഭക്ഷണം കൊടുക്കാറ്. ചില സമയത്ത് ഭക്ഷണം കൊടുത്തിട്ട് അടിച്ചോരി അങ്ങനെയൊക്കെ ആയിട്ട് പോകും.
നൈബ് വല്യമ്മച്ചോട് കളിക്കണ ഗ്യാപ്പില് ഞാൻ അവനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോയിട്ടാ. ഇപ്പൊ എനിക്ക് പുതിയ സംഭവം എന്താ വെച്ചാൽ അവനക്ക് എന്തേലും വേണമെങ്കിൽ വായോ വന്നിട്ട് നമ്മളെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ടാ. അപ്പൊ എന്തോ നേടാൻ വേണ്ടിക്ക് ഇന്ന് വലിച്ചുകൊണ്ട് പോയി മൂപ്പരാളി ഇരുന്നിട്ട് മൂപ്പരാൾക്ക് എന്തോ കല്ലോ എന്തോ സംഭവം വേണ്ടിയിരുന്നിട്ടാ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ കിടുങ്ങിയിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിന്നിട്ടാ. മൂപ്പരാൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ അപ്പൊ ഒന്ന് കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒന്നും കഴിക്കാണ്ടായി. അവനക്ക് ജലദോഷം പനിയൊക്കെ പിടിച്ച സമയത്താ. പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കഴിക്കാണ്ട് നല്ല ഇതാണ്. അപ്പൊ ഇന്നൊരു പ്രൊഡക്റ്റീവ് ദിവസം ആയിരുന്നിട്ട് എനിക്ക് കുറച്ച് അധികം സംഭവങ്ങൾ ചെയ്യാണ്ടിരുന്നു. ബാത്റൂം കഴുകാണ്ടിരുന്നു. ഇപ്പൊ എന്നും ഇങ്ങനൊന്നും ഉണ്ടാവില്ല, എല്ലാ ദിവസവും ഇങ്ങനത്തെ ദിവസം ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടാ ഉണ്ടാവുക. വീട്ടിലാവുമ്പോൾ ഞാൻ നല്ല മടിയാണ്. എന്തേലൊക്കെ ചെയ്യാൻ നേരെ ടി വി കണ്ടിരുന്ന ഐബൂല് കാര്യങ്ങളൊക്കെ മടി. കാരണം അവിടെ ഉമ്മ ഉണ്ടല്ലോ, താങ്ങാൻ ആളുണ്ടല്ലോ. ഉമ്മ ഉള്ളപ്പോഴൊക്കെ മടിയോ. ഇവിടെ പിന്നെ ഐബൂലൊക്കെ ഞാൻ ചടപടാ എന്നിട്ട് വേഗം വേഗം ചെയ്യൂട്ടാ. ഭയങ്കര പ്രൊഡക്റ്റീവ് ആണ്, അത്ര മടി തോന്നാറില്ലക്ക്. അതിനുശേഷം ഞാന് കുറച്ചു നേരം ബാത്റൂമൊക്കെ കഴുകി വന്നതിന് ശേഷം ടാബൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അറിയത് തിന്നുണ്ട് മുസമ്പി ഉപ്പും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടാ. ഇതിന്റെ കസിൻ തിന്നണ ടേസ്റ്റ് തിന്നോക്കെ നല്ല ടേസ്റ്റാ. അപ്പൊ ഞാൻ കുറച്ചു നേരം എന്റെ വീഡിയോ നേരത്തെ കണ്ടുവെച്ച് ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി കാണിട്ട് വിചാരിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുസമ്പി ഉപ്പും കൂടിയിട്ട് അത് കണ്ടുപിടിക്കാം. അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീനും പപ്പടമൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോയി. അപ്പൊ മീനും പപ്പടമൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പിയാൾ ഇന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കണേ. എന്ത് സംഭവം എന്നല്ല, എന്തോ ഒപ്പിക്കാൻ അവിടെ ഇരുന്നിട്ട് വിക്രസ് കാട്ടി കട്ടുമുക്ക് കയറാൻ നോക്കുന്ന ഐബൂസ് എങ്ങനെയൊക്കെ കേറും. എന്തിനാ കയറണേ? എന്തിനാ എന്തിനാണ് അതിന് ഉറങ്ങാൻ സമയമായിട്ടില്ലാന്നേ. പപ്പടം കൊണ്ട് ആറാട്ട് കാട്ടിയിരിക്കുന്ന ഐബൂസ് കണ്ടില്ല. എന്നുള്ള പരിപാടി ആട്ടോ. ഞാൻ മീൻ പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തേലും ഒപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പകുതിക്ക് വെച്ച് പോവും. പിന്നെ ബാക്കി ഉമ്മേനെ പൊരിക്കാറ്. എന്നൊക്കെ മീൻ പൊരിക്കുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല കേട്ടോ. വിക്രസ് പറഞ്ഞാൽ ഭയങ്കര വിക്രസാണ്. ഇനി അവനക്ക് എന്തേലുമൊക്കെ കൊടുത്തിട്ട് എന്നെ ഉറക്കാൻ വേണ്ടിട്ട്. ഉച്ചക്ക് ഭക്ഷണം തീരെ കഴിക്കണില്ലേ. അപ്പൊ എന്താ വെച്ചാൽ രാത്രി ഉറങ്ങാം, സോറി ഉച്ചക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ എങ്ങനെയും 2-3 വായ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇത് സമാധാനത്തിന് വേണ്ടി കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ചേട്ടനാ പൂന്ന് വിളിച്ചെന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മ വരുമ്പോഴേ ഒരു ആനക്കുട്ടിനെ കണ്ടിരുന്നില്ലേ? ആനക്കുട്ടി ആനേനാക്ക ആന ലോറിയല്ല, ഓട്ടോറിക്ഷ. ഉച്ചക്ക് ഇങ്ങനെ എന്തേലൊക്കെ കാണിച്ചിട്ട് ചോറ് കൊടുക്കട്ടെ. വല്ലാണ്ട് തിന്നുന്നില്ല. നല്ല 2-3 വായൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. ഇനി അടുത്തത് ബെല്ലടിച്ചിട്ട് കളിപ്പിച്ചിട്ട് കൊടുക്കാൻ പോയിട്ട് എന്തേലൊക്കെ ഐഡിയ കാണിച്ച് ഓരോന്ന് കൊടുക്കേണ്ടി. തിന്നാൻ മുടല കുട്ടികളാകുമ്പോ നല്ല ഇടങ്ങാറാണ്. അല്ലോ പറയണ്ട. അങ്ങനെ എൻ്റെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ അവൻ ഉറക്കാൻ സമയമാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഉറക്കും. ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊന്ന് തിരുമ്പാണ്ടിരുന്നിട്ട്. അപ്പൊ ഞാൻ പോയി തിരുമ്പിട്ടാ. അവന്റെ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ കല്ലുമ്പോൾ തിരുമ്പും. ബാക്കി ഇന്റതും കാര്യങ്ങളൊക്കെ ഉമ്മ വാഷിംഗ് മെഷീനിൽ കൂടെ ഒരുമിച്ച് ഇടുക ചെയ്യുക. ഇന്റതും അനിയത്തിട്ട് ഉമ്മറെ കൂടിയിട്ട് അവന്റെ മാത്രം പിന്നെ എന്റെ അടിയത്ത് കൂടി കല്ലുമ്പോൾ തിരുമ്പും. ചില ദിവസം ഞാൻ 2 ദിവസം പോകുമ്പോൾ തിരുമ്പും. അധികം ഒന്നും അവൻ്റെ ഇല്ലെങ്കിൽ ഞാൻ നിന്ന് തിരുമ്പും. അങ്ങനെയൊക്കെ ആയിട്ടാണ് തിരുമ്പണ പരിപാടികളൊക്കെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഞാൻ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ല, എല്ലാതും കാണിക്കില്ല, ചെറുതൊക്കെ മിസ്സായിട്ടാ. എന്നിട്ട് പിന്നെ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് ബാത്റൂം കഴുകലും കുറെ പണിയുണ്ടെന്നില്ല. അപ്പൊ ഭയങ്കരമായിട്ട് വിശക്കുക എന്തൊക്കെയോ പോലെ ആവുക. ചില സമയത്ത് ഞാൻ ഇങ്ങനെ കുളിക്കാട്ടി ഭക്ഷണം കഴിക്കൂട്ടാ, ചില സമയത്ത് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കും, ഓരോ തരം പോലെ. അപ്പൊ ഇന്ന് ഭയങ്കരമായിട്ട് ടയർഡായപ്പോ അങ്ങനെ ഭക്ഷണം കഴിച്ച് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും അവനക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഉറക്കായി കഴിച്ചു. അങ്ങനെ പിന്നെ അവനെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് അവനെ ഉറക്കം കൊണ്ട് മേലക്ക്
കൊണ്ട് പിന്നെ അങ്ങനെ ഉറക്കാൻ എടുത്തത്. നമ്മൾ ഉറങ്ങാൻ പോയിനി, നമ്മൾ ഉറങ്ങാൻ പോവാ ഉറങ്ങിക്കാൻ ചെങ്ങായി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തെ നല്ലൊരു ഫ്രീ ടൈം ആട്ടാ. ആ സമയത്ത് ഒന്നെങ്കിൽ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കുളിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതുപോലെ ടാബില് ഓരോന്ന് കണ്ടിരിക്കും, എന്നിട്ട് പിന്നെ കുളിക്കും. ഇന്ന ഫസ്റ്റിന് പോയി കുളിച്ചു പോയി, ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പൊ അവന് കംപ്ലീറ്റ്ലി അങ്ങനെ അടുപ്പിച്ച് ഉറങ്ങില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്കും. അപ്പൊ ഞാൻ കുളിച്ചു കഴിയുമ്പോൾ എണിച്ചു, പിന്നെ അവനെ വീണ്ടും ഉറക്കി. എന്നിട്ട് പിന്നെ യൂട്യൂബില് കാണി സിനിമ ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കണ്ടിരിക്കും. ഉച്ചയ്ക്ക് അങ്ങനെ കുറച്ചു നേരം ഒന്ന് കിടക്കണ പരിപാടി. ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്നില്ല കേട്ടോ, ആ സമയത്തൊന്നും ഉറങ്ങും, കിടക്കുന്നുള്ളൂ. പിന്നെ അവന്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മ നല്ല മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നിട്ടാ. ഉച്ച കഴിഞ്ഞിട്ട് മിക്കതും ഉമ്മ തന്നെയാണ് എന്തെങ്കിലും ചാടുകൾ ഉണ്ടാക്കുക. ഞാൻ എപ്പോഴേലും സ്പെഷ്യൽ ആയിട്ടാ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ഉമ്മ തന്നെ ഉണ്ടാക്കുക മിക്കതും. ഉമ്മ അങ്ങനെ മാർബിൾ കേക്ക് ഒക്കെ ഉണ്ടാക്കട്ടെ. അപ്പൊ കുഞ്ഞാറ് കേക്ക് ഭയങ്കര ഇഷ്ടം, മാർബിൾ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവട്ടെ. അപ്പൊ ഞാൻ എങ്ങനെയാണെന്നൊക്കെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഉണ്ടാക്കി. ഞാൻ ഇതൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് മൂപ്പരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാൻ നോക്കും, അതായത് മുട്ടേ ഹോർലിക്സ് എന്തെങ്കിലുമൊക്കെ. കാരണം ഉച്ചയ്ക്ക് തീരെ അങ്ങനെ കഴിക്കണല്ലോ കാര്യമായിട്ട്. ഒരു 4-5 പിടി ചോറ് കഴിക്കുന്നില്ല എന്താവാണ് കുട്ടിക്ക്. അപ്പൊ പക്ഷെ കഴിക്കുന്നില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കുടിപ്പിക്കാതെ മുട്ടയുടെ പകുതി അവർ ഇത്തിരി കുടിച്ചാൽ എന്തെങ്കിലും ആയില്ല രീതിയിലും. അപ്പൊ ഞാൻ ഇതുണ്ടാക്കുന്ന ഗ്യാപ്പില് നോക്കുമ്പോൾ ഉമ്മയും അവനും കൂടിയിട്ട് മുമ്പാടുത്തിരുന്നിട്ട് കളിക്കണ്ടിട്ടാ. അവിടെ പൂവൊക്കെ പൊട്ടിച്ച് ചെടിയൊക്കെ പൊട്ടിച്ച് അവനക്ക് കൊടുക്കണ്ട ഉമ്മ. അങ്ങനത്തെ ഓരോന്നൊക്കെ അവനായിട്ട് കുറച്ചു നേരം ഉമ്മ അവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ അവനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും ഐബൂസും കൂടിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇതുപോലെ മുറ്റത്തേക്ക് ഇറങ്ങും. എനിക്ക് മുറ്റത്തും നേരെ മുറ്റത്തിറങ്ങാൻ പറയൂട്ടാ. ബോളിൽ രാവിലെ മറക്കാറില്ല. അപ്പൊ ഞാൻ അവന്റെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം ബോൾ കളിക്കാൻ കൂടും ഉച്ച കഴിഞ്ഞിട്ട്. കാരണം അവർക്ക് നേരം മുറ്റത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഗ്യാപ്പിൽ കുറച്ച് ഹോർലിക്സ് കൊടുക്കാൻ നോക്കും, ഓരോന്നൊക്കെ കാണിച്ചിട്ട് ചിലപ്പോ കുടിക്കൂട്ടാ. ഇന്ന് കുറച്ചൊക്കെ കുടിച്ച് ബാക്കിയൊക്കെ ഞാൻ കൊണ്ടിട്ട് ബാക്കി ഞാൻ കുടിച്ചു. എന്താ നല്ല ഇഷ്ടം അത്. ഇതാ തേങ്ങയും ചോറൊക്കെ കൂടി അരച്ചിട്ട് ഇത് മുട്ടീന് അല്ല ചോറില് തേങ്ങയും. അപ്പൊ രാത്രി അവനക്ക് കഞ്ഞി കൊടുക്കൂട്ടോ. കഞ്ഞി വെക്കാനുള്ള പരിപാടിയില്ല. ഞാൻ ഒരു 7 ആകുമ്പോൾ ഞാൻ കഞ്ഞി വെക്കും. എന്നിട്ട് ഒരു 9 മണി ആ സമയത്താണ് കഞ്ഞി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ കഞ്ഞി കൊടുക്കുന്ന ഗ്യാപ്പിൽ അവിടെ ഉമ്മയുടെ കൂടെ റീമയുടെ കൂടെ ഒക്കെ റൂമിലുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം എന്നിട്ട് കഞ്ഞി വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് യൂട്യൂബൊക്കെ നോക്കി കുറച്ചു നേരം സമയമൊക്കെ കളഞ്ഞ് യൂട്യൂബൊക്കെ നോക്കിയിരുന്നിട്ടാ. ആ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടും പറയും. രാത്രി അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. ഉച്ചക്ക് നമ്മളെല്ലാ പരിപാടികളും ഉച്ചക്കത്തെ ചോറിനാണ് രാത്രി തിന്നുക. പ്രത്യേകിച്ച് പരിപാടിയൊന്നും അങ്ങനെ രാത്രി ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ പോയി നോക്കുമ്പോണ്ട് അനിയത്തിക്ക് നാളെ ഓണസെലിബ്രേഷൻ, ഇത് ഓണത്തിന്റെ സമയത്ത് എടുത്ത് വീഡിയോ ഇട്ടാ. അപ്പൊ അനിയത്തിക്ക് നാളെ ഓണസെലിബ്രേഷന്റെ പരിപാടി ഉണ്ട്. നമ്മുടെ സാരി എടുത്തിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവളെ സാരി ഉടുപ്പിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുറച്ചുപേർ അവിടുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ എന്നെ വെല്ലുമിച്ച് കുടിച്ചാ. അപ്പൊ അവൻ ആ ഗ്യാപ്പിൽ അവിടുന്ന് എന്തൊക്കെയോ വെക്കരസ് ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആപ്ച ഒരാളെ സമയത്ത് ആപ്ചാന്ന് പറയുമ്പോൾ ഷാമിയക്കാട് ഉപ്പാട്ടാ. ആപ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഐബുവിന് ഭയങ്കര ഇഷ്ടമാണ് ആപ്ചാനെ. ആപ്ച വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. കുട്ടികൾ ആപ്ചയോട് കുറെ നേരം കളിക്കൂട്ടാ. അപ്പൊ
രാത്രി ആകുമ്പോൾ അവൻ കഞ്ഞി കുടിക്കൂട്ടെ അത്യാവശ്യം. അപ്പൊ രാത്രി അവൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം രാവിലെ മുതൽ അങ്ങനെ ഭക്ഷണം കഴിക്കില്ലല്ലോ. രാത്രി കഞ്ഞി ഭയങ്കര അവനക്ക് ആകെ കൂടി ഇഷ്ടത്തിൽ അവൻ 1.5 വയസ്സിൽ കുടിക്കണം. ഞാൻ കണ്ടിട്ട് കഞ്ഞിയാട്ടാ. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലാണ് എനിക്ക് കിട്ടുക. കാരണം അതൊരു പിന്നെ അവന് കഞ്ഞി കുടിപ്പിച്ചതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ കുപ്പിയിലാക്കിയിട്ട് മേലക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയിലിട്ട് അവൻ ഇന്ന് മേലെന്ന് കുളിപ്പിക്കണേ. കുറച്ചു നേരം മേലെ കളിച്ചിട്ടൊക്കെ കുളിക്കും. അപ്പോൾ വെള്ളമൊക്കെ കുപ്പിയിലാക്കിയ ശേഷം ഞാൻ മേലക്ക് പോയി. എന്നിട്ട് പിന്നെ അവന് നേരെ മേലെ പോയിട്ട് ബാത്റൂമിൽ കൂടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം. വെള്ളത്തിൽ കുറച്ചേരം കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കേടാണ്. എന്നാലും കുറച്ചേരൊക്കെ കളിച്ചിട്ട് കുടിക്കുക മൂപ്പരാൾ ഇരുന്നിട്ട്. പിന്നെ അങ്ങനെ അവനെ രാത്രി ഉറക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി. ഇപ്പോൾ ബാത്റൂമിൽ ഞാൻ ഓഫാക്കില്ല, ഫുള്ള് ലൈറ്റ് ഓഫാക്കി അവൻ പേടിക്കും. എന്നിട്ട് പിന്നെ അവനങ്ങനെ ഉറക്കി കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.